ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ലൈംഗിക ബന്ധത്തിന് ശേഷം പെട്ടെന്ന് കുളിച്ചാൽ എന്താണ് സംഭവിക്കുക, അങ്ങനെ കുളിക്കാൻ പറ്റുമോ, അത് നല്ലതാണോ ദോഷമാണോ എന്നതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ലൈംഗിക ബന്ധത്തിന് ശേഷം പെട്ടെന്ന് കുളിച്ചാൽ എന്ത് സംഭവിക്കും? സെക്സിന് ശേഷം പുരുഷന്റെയും സ്ത്രീയുടെയും ജനനേന്ദ്രിയം വികസിച്ച നിലയിലായിരിക്കും എന്ന് നമുക്കറിയാം. ഈ സമയം ഇവിടെ അത്യധികം സെൻസിറ്റീവ് ആയിരിക്കും. ഈ അവസരത്തിൽ സോപ്പ് തേച്ച് കുളിച്ചാൽ, അതായത് ലൈംഗിക ബന്ധത്തിന് ശേഷം അവിടെ ഈ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ജനനേന്ദ്രിയം വികസിച്ച നിലയിലായതിനാൽ തന്നെ ഈ ഒരു അവസരത്തിൽ സോപ്പ് തേച്ച് കുളിച്ചാൽ സോപ്പിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ ചിലപ്പോൾ ഉള്ളിലേക്ക് പോയി അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. എന്താണ്, ഇങ്ങനെയുള്ള സമയത്ത് ലൈംഗിക ബന്ധത്തിന് ശേഷം പെട്ടെന്ന് കുളിക്കാൻ പോകുമ്പോൾ നമ്മൾ സോപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണ്, ഇത് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കണം. മാത്രമല്ല, സെക്സിന് ശേഷം സ്ത്രീയുടെ യോനി മുഖം അല്പം വികസിച്ചായിരിക്കും ഉണ്ടാവുക. സ്ത്രീയുടെ യോനി ഭാഗം കുറച്ച് വികസിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഈ സമയത്ത് ചൂടുവെള്ളത്തിലെ കുളി ചിലപ്പോൾ ഇവിടുത്തെ ചർമ്മത്തിന് ഇറിറ്റേഷൻ, അണുബാധയും ഉണ്ടാക്കാൻ കാരണമാകും. അപ്പോൾ ആ സമയത്ത് ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകാതിരിക്കുക. ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സെക്സിന് ശേഷം, ലൈംഗിക ബന്ധത്തിന് ശേഷം ലൈംഗിക അവയവങ്ങൾ സാധാരണ നിലയിലേക്ക് വരുന്നത് വരെ പേപ്പർ റോൾ അല്ലെങ്കിൽ ടവൽ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതാണ് ഉചിതമെന്ന് വിദഗ്ധരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് സെക്സിന് ശേഷം യോനി ഭാഗമൊക്കെ ഒന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നത് വരെ, അത് പെട്ടെന്ന് വരും. അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ അവിടെ വൃത്തിയാക്കണം, തുടച്ചു മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു അപ്പം പെട്ടെന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ പേപ്പറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല തുണിക്കഷ്ണങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാകും ഏറ്റവും ബെറ്റർ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് ചിലപ്പോൾ ദോഷം ചെയ്യും. അപ്പോൾ ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിന് ശേഷം ഏറ്റവും നല്ല പ്രവൃത്തി ഉടനെ മൂത്രമൊഴിക്കുക എന്നുള്ളതാണ്. ലൈംഗിക ബന്ധത്തിന് ശേഷം മൂത്രമൊഴിക്കാൻ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൂത്രമൊഴിക്കുന്നത് നല്ലതാണ്. വെറും വെള്ളത്തിൽ ഈ ഭാഗങ്ങൾ വൃത്തിയാക്കാനും ശ്രദ്ധിക്കുക. ചൂടുവെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കരുത്. നല്ല വൃത്തിയുള്ള സാധാ വെള്ളത്തിൽ വൃത്തിയാക്കാനും ശ്രദ്ധിക്കുക. ശരീരം നോർമലായ ശേഷം കുളിക്കാൻ ശ്രദ്ധിക്കുക. അണുബാധകളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാനുള്ള ഉചിതമായിട്ടുള്ള കാര്യം അങ്ങനെയാണ്. അതായത് ലൈംഗിക ബന്ധത്തിന് ശേഷം കുളിക്കണം. ആ കുളി പെട്ടെന്നാവരുത്. ചെറിയ ഒരു സമയം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം കുളിക്കുക. അതായത് പുരുഷൻ്റേതായാലും സ്ത്രീയുടേതായാലും ലൈംഗിക അവയവം പെട്ടെന്ന് തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് വരും. അതിനുള്ള ഒരു ചെറിയ സമയം ഗ്യാപ്പ് കൊടുക്കുക, എന്നിട്ട് പോയി കുളിക്കുക. ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ്, ലൈംഗിക ബന്ധത്തിന് ശേഷം പെട്ടെന്ന് കുളിക്കരുത്. ചെറിയ ഒരു സമയം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം കുളിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ നേരിടേണ്ടി വരില്ല എന്നതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾ ഈ മെസ്സേജ് ഒന്ന് പാസ് ചെയ്യുക. അവർക്കൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല അറിവുമായി നമുക്ക് വീണ്ടും കാണാം.